എപ്പോഴും നമ്മൾ സ്വന്തം കയ്യിലുള്ള പൈസ കൊടുത്തൊരു വണ്ടി വാങ്ങിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ബൈക്കുകളെ പറ്റിയാണ്. അതായത് ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടിയും ഒരു പുതിയ ബൈക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഈവൻ ഞാൻ ഇത്രയും ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് വണ്ടികളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളൊരു വണ്ടി സ്വന്തമായിട്ട് വാങ്ങാൻ പോകുന്ന ആ ഒരു മൊമെൻറ്റിലാണ് നമുക്ക് ഈ ഓടിച്ച വണ്ടികളുടെ എല്ലാ കാര്യങ്ങളോട് തലയിലോട്ട് വന്നിട്ട് ഇതിൽ ഏത് എടുക്കും എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റിയ, അല്ലെന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റിയിട്ട് ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് ഈ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ 2 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. 1 ബഡ്ജറ്റ്, 2 പർപ്പസ്. ഒരു ബൈക്ക് വാങ്ങിക്കാൻ പലർക്കും പല കാരണങ്ങളായിരിക്കും ഉണ്ടാകുക. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബൈക്ക് വാങ്ങുന്ന നേരത്ത് മെയിനായിട്ട് നോക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ പർപ്പസ് എന്താണ്, ഞാൻ ആ ബൈക്ക് വാങ്ങുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് തരത്തിലുള്ളൊരു ഉപയോഗമാണ് ഞാൻ ആ ബൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. 2ാമത്തെ കാര്യമാണ് എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ്. എൻ്റെ മാക്സിമം ബഡ്ജറ്റ് എനിക്ക് എത്ര രൂപ വരെ പുഷ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ എൻ്റെ ഒരു കറൻറ്റ് സാമ്പത്തിക സ്ഥിതിയിൽ ആ ഒരു ബൈക്ക് അഫോർഡ് ചെയ്യാൻ. ആ ഒരു ബൈക്ക് അഫോർഡ് ചെയ്യാൻ മാത്രമല്ല, ആ ബൈക്ക് വാങ്ങിച്ചതിന് ശേഷം അതിനെ മേയിച്ചുകൊണ്ട് നടക്കാനുള്ള ചിലവും കൂടെ ഞാൻ നോക്കാറുണ്ട്. കാരണം ഇപ്പം ഞാനിപ്പോൾ ഓടിച്ചെന്നിട്ടൊരു എനിക്കിപ്പോൾ ഒരു 390 ഡ്യൂക്ക് വാങ്ങാനുള്ള കെൽപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 400cc മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള കെൽപ്പുണ്ടായിരിക്കും. പക്ഷേ ആ സാധനത്തെ എൻ്റെ പർപ്പസിന് അനുസരിച്ച് എനിക്കത് ഓടിച്ചുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആ വാങ്ങിയ ചിലവ് മാത്രമല്ല, അതിന് പിന്നെയും ചിലവുകൾ മുന്നോട്ടുണ്ട്. ആ ഒരു ചിലവ് എന്നെക്കൊണ്ട് ബെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. അതായത് അതിലിപ്പം ഫ്യൂവൽ എക്സ്പെൻസ് വരും, സർവീസ് കോസ്റ്റുകൾ വരും, അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഇതിന് ഇറങ്ങാൻ പോകുന്ന പൈസ കാര്യങ്ങളെല്ലാം ഞാൻ തട്ടിച്ച് നോക്കിയിട്ടാണ് ഒരു ബൈക്ക് വാങ്ങുന്ന ഡിസിഷൻ എടുക്കാറ്. അപ്പോൾ അങ്ങനെയും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബൈക്ക് വാങ്ങിയ ശേഷമുള്ള നമ്മുടെ ഒരു ഉപയോഗം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും, കുറച്ചും കൂടെ ഹസിൽ ഫ്രീ ആയിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ഒരു പുതിയ ബൈക്ക് ലോഞ്ചായി, അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇതുവരെ ഓടിച്ചു പോലും നോക്കിയില്ല, ഈ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നാൽ അത് എടുത്തേക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അതായത് ഞാനിപ്പോൾ എന്തിനീ ബൈക്ക് എടുത്തേ, എനിക്ക് ഡെയിലി ഒരു 5-10 കിലോമീറ്റർ ഒന്ന് ഓഫീസിൽ പോയിട്ട് വരണം, അതാണ് എൻ്റെ ജീവിതത്തിലെ റൈഡിങ് എന്ന് പറയുന്നത് അതാണ്. അല്ലാത്ത ലോങ് പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ബസ്സിനോ ട്രെയിനിനോ ഫ്ലൈറ്റിനോ അല്ലെ കാറിനോ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത്രയും പൈസ കൊടുത്ത് ഒരു 400cc അല്ലെ 300cc എത്ര സിസിയുടെ ആ ഒരു ബൈക്ക് വാങ്ങിയത് വെറും വേസ്റ്റ് ആവുകയാണ്. നിങ്ങൾ കൂടിപ്പോയ ഒരു 5000 കിലോമീറ്റർ ഓടിച്ചിട്ട് അത് കൊടുക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതെ നിങ്ങളുടെ ഉപയോഗം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം നിങ്ങളൊരു കമ്മ്യൂട്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രധാന ഉദ്ദേശം രാവിലെ ജോലിക്ക് പോവുക, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരിക, സാധനം വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോവുക, തിരിച്ച് വീട്ടിൽ വരിക, അങ്ങനെയുള്ള ഡെയിലി ടാസ്കുകൾക്ക് പറ്റിയൊരു ബൈക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു 400cc ബൈക്കിൻ്റെയോ 600cc ബൈക്കിൻ്റെയോ 1000cc ബൈക്കിൻ്റെയോ ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് ഒരു 125 to 150 or 200cc ബൈക്കായിരിക്കും. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാഹനങ്ങളൊക്കെ തന്നെ വളരെ ലൈറ്റായിരിക്കും, വളരെ ചെറുതായിരിക്കും. സിറ്റി യൂസിന്, അതായത് ഈ ഉപയോഗങ്ങളെല്ലാം നമ്മൾ മിക്കവാറും ചെയ്യാൻ പോകുന്നത് ടൗണുകളിലും സിറ്റികളിലും ഒക്കെ ആയിരിക്കും. അല്ലാണ്ട് ആരും ഹൈവേയിൽ ഒത്തിരി ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ആളുകൾ അങ്ങനെ ബൈക്ക് അധികം യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാം, പക്ഷേ അത് വളരെ ചെറിയ ഒരു പോർഷൻ ഓഫ് ആളുകൾ മാത്രമേ ഉള്ളൂ, വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ചെറിയ യൂസുകൾക്ക് നമുക്ക് ഒരിക്കലും വലിയൊരു ബൈക്കിൻ്റെ ആവശ്യമില്ല. കാരണം ആ ഒരു വലിയൊരു ബൈക്കാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അവിടെ ബുദ്ധിമുട്ട് കാണാം, ആ വലിയ ബൈക്കിനെ മാനേജ് ചെയ്യണം. മറ്റേ വണ്ടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 60 കിലോമീറ്റർ മൈലേജ് തരുമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചിലപ്പോൾ 20-18 ഒക്കെ ആയിരിക്കും. നിങ്ങൾക്കൊരു വണ്ടി ഇഷ്ടപ്പെട്ടത്, കാഴ്ചയിലായിക്കോട്ടെ, ആളുകൾ പറഞ്ഞതിലായിക്കോട്ടെ, എന്തുകൊണ്ടും ആയിക്കോട്ടെ, ആ വണ്ടി പോയി ഓടിച്ച് നോക്കുക. കാരണം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ചിലപ്പോൾ അത് ഓടിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു രീതിക്കുള്ളൊരു ബൈക്ക് ആവണമെന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് എക്സ്പെക്റ്റേഷൻസ് ആണ് ഓരോ ബൈക്കിനുള്ളത്. 4 പേര് കണ്ടാൽ നല്ല വണ്ടിയാണെന്ന് പറയുന്നത് കൊണ്ട് ഒരു ബൈക്ക് പോയി എടുത്താൽ നിങ്ങളാണ് ആ ബൈക്കുമായിട്ട് പിന്നീട് ആ ലൈഫ് ലോങ്, അല്ലെങ്കിൽ ആ എത്ര നാൾ വണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അത്ര നാളതുമായിട്ട് പോകണമെന്നുള്ളത് ചിന്തിക്കുക. സോ നിങ്ങൾ വണ്ടിയിലിരിക്കുമ്പോൾ ഒരിക്കലും വണ്ടിയുടെ ബാഹ്യ സൗന്ദര്യം കാണാനും പോകുന്നില്ല, നിങ്ങൾക്ക് ആ റൈഡിങ് ഫീൽ മാത്രമേ ഉള്ളൂ. സോ കാണുന്ന ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു വണ്ടി എടുക്കുക എന്നുള്ളതിലുപരി നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റൈഡിങ് സാറ്റിസ്ഫാക്ഷൻ ഏതിനാണോ തരാൻ പറ്റുന്നത് ആ വണ്ടിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഈ ഒരു സാധനത്തിന് കൊടുക്കുക. ഇനി പൈസ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒത്തിരിയാണോ അതോ നിങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിക്കാണോ വണ്ടി വരുന്നുള്ളതാണ് പിന്നീട് നോക്കേണ്ടത്. ഇപ്പം നിങ്ങളെ കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്തിട്ട് ആ വണ്ടി തന്നെ എടുക്കാൻ നോക്കുക. ഇനി അതല്ല തീരെ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് വേറൊരു വണ്ടി നോക്കുക. ആ ഒരു വണ്ടിയോട് എത്രത്തോളം അതിനോടടുത്ത് നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നു നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിലുള്ള വണ്ടി എന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കുക. ലുക്ക് അത് പലർക്കും പലതാണ്. അത് കാണുന്ന ആളുടെ കണ്ണിൻ്റെ ഇതുപോലെ ഇരിക്കും ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നണമെന്നില്ല, അത്രയേ ഉള്ളൂ ലുക്കിൻ്റെ കാര്യത്തിൽ. സോ നിങ്ങൾക്ക് കാഴ്ചയിലും ഓടിക്കാനും
സാറ്റിസ്ഫൈ ആവുന്ന ഒരു വാഹനത്തിലേക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ. കാണുന്ന ചിലപ്പോൾ ഒരു കമൻറ്റ് വിട്ടിട്ടങ്ങ് പോകും, പക്ഷേ പൈസ പോകുന്നതും അത് പിന്നീട് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങളാണെന്നുള്ള ചിന്ത ആദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു വണ്ടി വാങ്ങാനായിട്ട് പോകേണ്ടത്. പറയുമ്പോൾ എളുപ്പമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും മനസ്സിൽ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വരും. ഒരിക്കലും 100% ഷുവർലി ഈ വണ്ടിയാണ് എൻ്റെ പെർഫെക്റ്റ് വണ്ടി, ഈ വണ്ടി സൂപ്പറായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ജീവിതകാലം മൊത്തം ഓടും, അങ്ങനെയുള്ളൊരു ചിന്തയിലേ പോയൊരു വണ്ടി എടുക്കാനിരിക്കരുത്. ഇതെല്ലാം മെക്കാനിക്കൽ പാർട്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെഷീനാണ്. ആ മെഷീൻ അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇതിന് കാലാകാലത്തിനനുസരിച്ച് മെയിൻ്റനൻസ് ഉണ്ട്, അത് പ്രോപ്പറായിട്ട് ചെയ്യില്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വണ്ടിയിൽ വരും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പോയി ഒരു വണ്ടി എടുക്കുക. അല്ലാണ്ട് ജാപ്പനീസ് ആയിക്കോട്ടെ, ഇറ്റാലിയൻ ആയിക്കോട്ടെ, ജർമ്മൻ ആയിക്കോട്ടെ, ഇന്ത്യൻ ആയിക്കോട്ടെ, ഒരു വണ്ടിയും പെർഫെക്റ്റ് അല്ല. ഈ പറയുന്ന ജാപ്പനീസ് വണ്ടികൾക്കും കണ്ടമാനം പ്രശ്നങ്ങൾ വരുന്ന വണ്ടികളുണ്ട്. ഒരു ബ്രാൻഡിൽ അനാവശ്യമായിട്ട് അതിൻ്റെ പേരിൽ വിശ്വസിച്ച് ബ്ലൈൻഡായിട്ട് പോയി ഒരു വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ആ ബ്രാൻഡിനെ നിങ്ങൾ വിശ്വസിച്ചോളുക, പോയി ഓടിച്ച് നോക്കുക, അതിൻ്റെ ഓണേഴ്സിനോട് ഒന്ന് കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് കൺവിൻസിങ് ആണെന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കുക. അല്ലാണ്ട് ഈ ബ്രാൻഡ് ഇറക്കുന്നതെല്ലാം അടിപൊളി വെറുതെയാണ് ഗൈസ്. ബ്രാൻഡ്സ് ഓൾവേസ് ഫോക്കസ് ഓൺ ബിസിനസ്, നോട്ട് കസ്റ്റമേഴ്സ്. ബിസിനസ് നന്നായിട്ട് ഓടിപ്പോകുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. ബിസിനസ് നന്നായിട്ട് ഓടിപ്പോകാനായിട്ട് റെപ്യൂട്ടേഷൻ അവരുണ്ടാക്കും എന്ന് പറഞ്ഞ് എപ്പോഴും എല്ലാ പ്രൊഡക്ട്സിലും അവർ ആ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യണമെന്നില്ല. ആ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചായിരിക്കും ഓരോ ബ്രാൻഡും അവരവരുടെ എഫേർട്സ് ഇടുന്നതും, റിസർച്ച് ആയിക്കോട്ടെ, അവരുടെ മണി ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ബ്ലൈൻഡായിട്ട് പോയിട്ട് എടുക്കാതിരിക്കുക. ഫസ്റ്റ് നിങ്ങളാണ് പൈസ മുടക്കുന്നത്, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ് മെയിൻ. സോ ഇഷ്ടപ്പെടുന്ന വണ്ടി പോയി ഓടിച്ച് നോക്കുക, നന്നായിട്ട് ഓടിച്ച് നോക്കാൻ അവസരമുള്ളൊരു ഷോറൂമിൽ നിന്ന് തന്നെ പോയി ഓടിച്ച് നോക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക. ഇങ്ങനെയാണ് ഞാൻ നോർമലി വണ്ടി എടുക്കുന്നത്. ഞാൻ ഒരുപാട് വണ്ടികൾ ഓടിക്കാറുണ്ട്. ചില വണ്ടികൾ ഓടിക്കുമ്പോൾ എനിക്കത് അപ്പം എടുത്താൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു വണ്ടി എടുക്കുന്നതിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വരുന്ന ചിന്തകളാണ്, ഞാൻ എന്തിനാണ് ഈ വണ്ടി ഇപ്പോൾ എടുക്കുന്നത്, എൻ്റെ ബഡ്ജറ്റിൽ ഇത് ഒതുങ്ങുമോ, ഇതിനെ എനിക്ക് മേയിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ. റോൺ എടുത്തപ്പോഴും ഇതേ കാര്യം തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ റോണിനെടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോയി കണ്ടു നോക്കാവുന്നതാണ്. അപ്പം അതിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റോണിൻ ഒരിക്കലും ഞാൻ 100% അതിൻ്റെ അപ്പിയറൻസിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ എനിക്കതൊരു മോർ ദാൻ 50% എനിക്ക് ആ വണ്ടി കണ്ടാൽ ഇഷ്ടമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല വണ്ടി, അങ്ങനെ ഞാൻ എടുത്തതാണ്. എനിക്കിപ്പോഴും റോണിൻ്റെ ആ ഒരു റിയർ ഡിസൈൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വണ്ടി ഇഷ്ടമല്ലെന്നാണ്. അല്ല, ഞാൻ ആ വണ്ടി ഓടിക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്, ആ വണ്ടി കാണുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അങ്ങനെയാണ്. എല്ലാ വണ്ടികളിലും എന്തെങ്കിലുമൊക്കെ കുറവ് കാണും, ഒരു ബൈക്കും പെർഫെക്റ്റ് അല്ല. ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക. ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക, ക്ലിയറായിട്ട് ചിന്തിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഡിസിഷൻ എടുക്കുക. അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആണ് നമ്മളെപ്പോലെ ഇതുപോലെയുള്ള ഓട്ടോമൊബൈൽ ചാനൽസും കാര്യങ്ങളെല്ലാം ഉള്ളത്. അതിനാണ് നമ്മൾ ഈ റിവ്യൂസ് ഇടുന്നതും. റിവ്യൂസ് ഒരിക്കലും ഒരു വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞൊരു പ്രോസസ്സല്ല. അത് നിങ്ങൾക്കും അതിൻ്റെ വെബ്സൈറ്റിൽ വായിച്ചാലോ, അതിൻ്റെ ബ്രോഷർ കിട്ടുമ്പോൾ വായിച്ചാലോ, അല്ലെ ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് പറയുമ്പോഴാണെങ്കിലോ മനസ്സിലാവും ഈ വണ്ടിക്ക് എത്ര CC എഞ്ചിനാണ്, ഇതിന് എത്ര പവറുണ്ട്, ഇതിൻ്റെ ബ്രേക്കിൻ്റെ സൈസ് അതായത് ഇതിലെല്ലാം ഉപരി ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഫീൽ എന്താണെന്നുള്ളതാണ് ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ആ ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ മറ്റൊരാൾ ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു 5 പേരുടെ ഫീൽ നിങ്ങൾ കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ആ വണ്ടിയുടെ ഫീൽ എന്താണെന്നുള്ളത്. അതിനാണ് നമ്മുടെ ഇത്രയധികം ചാനൽസ് ഉള്ളതും ഈ ആളുകളൊക്കെ റിവ്യൂസ് ഇടുന്നതും. സോ മാക്സിമം നല്ല നല്ല ചാനൽസിലെ റിവ്യൂസ് കാണുക, കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾ തീരുമാനിക്കുക ഈ വണ്ടി നിങ്ങൾക്ക് പറ്റുകയാണോ അല്ലയോ എന്നുള്ളത്. കാരണം എല്ലാ വണ്ടിയും പോയി ടെസ്റ്റ് ചെയ്യാനൊന്നും എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരത്തില്ല. സോ മാക്സിമം ഈ റിവ്യൂസ് കണ്ടിട്ട് ആ വണ്ടി ഓടിച്ച് നോക്കിയിട്ടേ എടുക്കുക. പൈസ കൊടുക്കുന്നതിന് മുമ്പ് വണ്ടി ഓടിച്ചിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. പക്ഷേ എല്ലാ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങൾ കുറച്ച് വണ്ടികൾ ഒന്നെടുത്ത് തടുത്ത് കൂട്ടി വെച്ചിട്ട് ഇന്ന വണ്ടികളാണ് എൻ്റെ ലിസ്റ്റിലുള്ളത്, ഇതിലേത് വണ്ടിയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് വെച്ചിട്ട് ഒന്ന് പോയി ആ വണ്ടികൾ ഓടിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് തീരുമാനിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് ഒരു വണ്ടി വാങ്ങിക്കുന്ന ഡിസിഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നമാണ്, ആളുകൾക്ക് പൈസ കൊടുത്താൽ ഉടനെ വണ്ടി വേണം, അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കുക ഒരു ഡിസിഷൻ എടുത്താൽ ഉടനെ എനിക്ക് എൻ്റെ കൈ വണ്ടി കിട്ടണം. ഇങ്ങനെ ധൃതി വെക്കാനേ പാടില്ല. നിങ്ങൾ കുറച്ച് ടൈം കൊടുത്തു ചിന്തിച്ചതിന് ശേഷം മാത്രമേ വണ്ടിയിലോട്ട് പോകാവുള്ളൂ. കാരണം അങ്ങനെ ധൃതി വെച്ചൊരു ഡിസിഷൻ എടുക്കുക, നമ്മൾ ധൃതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കത്തില്ല, നമുക്ക് ഒരു ഫോക്കസ് കിട്ടത്തില്ല. നമ്മൾ അന്നേരത്തെ ഒരു വെപ്രാളത്തിന് പോയതിൽ ഒരെണ്ണം പിന്നെ പെട്ടുപോകും. അതിന് പകരം ശാന്തമായിട്ട് സമാധാനമായിട്ട് ചിന്തിച്ചുറപ്പിച്ച് ലോക്കാക്കി പോയെടുക്കുക. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വണ്ടി എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയില്ലോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. പക്ഷേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നൊരു തോട്ടാണിത്. എന്നോട് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഫോർമാറ്റിൽ ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. എനിക്കറിയാം ഇത് കണ്ടാലും കുറേ പേര് പിന്നെയും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ കൺഫ്യൂഷൻ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കൺഫ്യൂഷൻ്റെ ലെവൽ കുറയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ തന്നെ പറയുക യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത്. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.